ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടിടുക. ഇതുപോലത്തെ കുറേ കോമിക്സ് നമ്മൾ ഇനി മലയാളത്തിൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ആക്സിഡന്റൽ അസാസിന്റെ ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചാപ്റ്റർ 1 കാണാത്തവർ വേഗം പോയിട്ട് ചാപ്റ്റർ 1 കണ്ടിട്ട് വേണം ചാപ്റ്റർ 2 കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. ലാസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനം നമ്മളുടെ ഹാൻസം ചെക്കൻ ആ സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിരിക്കുന്ന സീനിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ ഒരു സീൻ കണ്ട നായിക ഇനി എന്തായാലും അടുത്ത് എന്നെ ആയിരിക്കും കൊല്ലാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് വേഗം തിരിഞ്ഞോടാൻ നിൽക്കുകയാണ്. പക്ഷെ അവൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ അയാൾ വന്നിട്ട് അവളെ മുഖം പൊത്തി പിടിച്ചിട്ട് ബാക്കിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ആ പേടിയിൽ അവളുടെ നെഞ്ച് ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. ശബ്ദം ഉണ്ടാക്കല്ലേ, നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറെ ആരൊക്കെയോ ഉണ്ട്, അവളോട് അയാൾ പറഞ്ഞു. അതേസമയം ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് അയാൾ ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹലോ, എമർജൻസി, നമ്മുടെ മിഷൻ എല്ലാം അബോർട്ട് ചെയ്യണം, നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. പെട്ടെന്നതാ മുന്നിൽ നിന്ന് ഗണ്ണിന്റെ ക്ലിക്ക് ശബ്ദം. ഒരു നിമിഷം അവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും നായികക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വേഗം വേഗം ഓടിപ്പോവ്, ഇതും പറഞ്ഞിട്ട് മുന്നിലുള്ള ആളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒറ്റൊരു ചാട്ടം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ കോഫി ഷോപ്പിൽ നിന്ന് കണ്ട ആളല്ലേ അപ്പൊ ജിമ്മിന്ന് കൊന്നേ? ഇവിടെ ആരൊക്കെ ഈ വന്നു പോകുന്നേ? ഇതൊക്കെ ആലോചിച്ച് ഓടുമ്പോഴാണ് നേരെ പോയി മുഖം മൂടി ഇട്ട ഒരാളെ മുന്നിൽ ചാടുന്നത്. ഇത് എത്ര പേരാ? രണ്ടാമതൊരാളോ? ഒരുപാട് ചിന്തിച്ചിരിക്കാൻ ടൈമില്ല ബോഡി, നീ വേഗം ആക്ട് ചെയ്യണം. അവളുടെ അച്ഛന്റെ ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു റിഫ്ലക്സ് എന്ന പോലെ അയാളെ ബോണി ഒറ്റൊരു ചവിട്ട്. കഥയിൽ ഇവിടെ എത്തുമ്പോഴാണ് ആദ്യമായിട്ട് നായികയുടെ പേര് പറയുന്നത്. പേരാണ് ബോണി. അയാൾ ആ വേദന കൊണ്ട് പെടയുന്ന നേരത്ത് ബോണി ഏതെങ്കിലും റൂമിൽ ഒളിച്ചിരിക്കാൻ നോക്കുന്നുണ്ട്. നേരെ ഓടി ചെന്നപ്പോ തന്നെ ഒരു റൂം കണ്ടു. അവൾ അതിൽ കയറി ഒളിക്കാൻ നിൽക്കുകയാണ്. ചുറ്റും ഇരുട്ട് മാത്രമുള്ള ഒരു മുറി. ഇതുവരെ ഈ ഓഫീസിൽ വന്നിട്ട് ഈ മുറിയിൽ ആദ്യമായിട്ടാണ് അവൾ കയറുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് ഒരു സാധാരണ ഫിനാൻസ് കമ്പനിയിൽ ഇങ്ങനത്തെ വെട്ടും കുത്തും നടക്കേണ്ട ആവശ്യം? ഒരു ഇരുട്ട് മുറിയാണെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അവളുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. അവൾ ആ റൂമിന്റെ ചുറ്റും നോക്കി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ണ് നേരെ പോയി പതിഞ്ഞത് ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ്. കയ്യിലുള്ള എല്ലാ അടവുകളും ഇറക്കിയിട്ടും ആ കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൽ എന്തായിരിക്കും? സാധാരണ ഒരു ഫിനാൻസ് കമ്പനിയിൽ ഒരാളെ കൊന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ഡാറ്റ കിട്ടാനാണ് അവർക്ക്? മാത്രമല്ല, കമ്പനി ഇപ്പൊ എടുത്താണ് എല്ലാ ഡാറ്റകളും കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയത്. അതുവരെ എല്ലാതും ഹാർഡ് കോപ്പി ആയിട്ടാണ് വെക്കാറുണ്ടായിരുന്നത്. ആരെങ്കിലും ഒന്ന് ഹെൽപ്പിന് വിളിക്കാന്ന് വിചാരിച്ചാലോ ഒരു തുള്ളി നെറ്റ്വർക്ക് ആ റൂമിലേക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആരോ പതിയെ നടന്നു വരുന്ന ശബ്ദം. അവളൊന്ന് അലേർട്ടായി. പിന്നെ കേൾക്കാൻ കഴിഞ്ഞത് ഡോറിന്റെ ഹാൻഡിൽ പിടിച്ചിട്ട് തുറക്കാൻ നോക്കുന്ന ശബ്ദങ്ങളാണ്. ഡോറിന്റെ ആ ശബ്ദം കേട്ടപ്പോ തന്നെ ബോണി ടേബിളിന്റെ താഴെ ഹൈഡ് ചെയ്തു. ഒരു മാസ്ക് ഇട്ട ആള് ഗണ്ണും പോയിന്റ് ചെയ്തിട്ട് ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. വെറുതെ റൂമിലേക്ക് കയറി വന്ന ആളൊന്നുമല്ല, അവളെ ഫോളോ ചെയ്തിട്ടും അല്ല വന്നേ. എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് അയാൾ ആ റൂമിലേക്ക് വന്നിട്ടുള്ളത്. റൂമിലേക്ക് കയറി വന്ന അയാൾ നേരെ പോയത് അവിടുത്തെ ഒരു കബോർഡിലേക്കാണ്. അവിടെ നിന്നിട്ട് അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ബോണി ഇതെല്ലാം ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ എന്തൊക്കെയോ പന്തികേടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒളിച്ചിരിക്കുന്ന ബോണിയുടെ കണ്ണ് പോയത് ഒരേ ഒരു സാധനത്തിലേക്കാ. അവിടെ ഉണ്ടായിരുന്നു ഒരു ഷാർപ്പ് പെൻ. പിന്നെ ഒന്നും നോക്കില്ല, അതെടുത്തിട്ട് ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാന്ന് മാത്രമേ അവൾ ചിന്തിച്ചുള്ളൂ. പക്ഷെ അയാളുടെ ബാക്കിലേക്ക് കുതിച്ച് പാഞ്ഞപ്പോഴേക്കും അയാൾ ആ പ്രസൻസ് അറിഞ്ഞു. പിന്നെ അവൾ ഒന്നും നോക്കില്ല. ഏത് ഭാഗത്താണോ എന്റെ അറ്റാക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഞാൻ കൊള്ളിച്ചിരിക്കും. അവൾ അയാളുടെ തൊട്ട ബാക്കിൽ എത്തിയപ്പോഴേക്കും അയാൾ കംപ്ലീറ്റ്ലി മുന്നോട്ട് തിരിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആ പെണ്ണ് നേരെ പോയി ഉന്നം വെച്ചത് അയാളുടെ കണ്ണിലേക്ക് തന്നെ ആയിരുന്നു. ഒരു നിമിഷം അയാൾ മരണത്തെ മുന്നിൽ കണ്ടു. അവൾ ആഞ്ഞു വീശി ആ പെണ്ണ് അയാളുടെ കണ്ണിലേക്ക് കുത്തിക്കയറ്റി. അവളുടെ എല്ലാ ദേഷ്യവും അവിടെ തന്നെ അവൾ തീർത്തു. അയാൾ എടുത്തിട്ടുണ്ടായിരുന്ന തോക്കും എടുത്തിട്ട് ആ റൂമിൽ നിന്ന് രക്ഷപ്പെടാമെന്നായിരുന്നു അവളുടെ പ്ലാൻ. അതെടുത്ത് പോയിന്റ് ചെയ്ത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കെ ബാക്കിൽ നിന്ന് അയാൾ പിന്നെ എണീച്ചു. ഇവൾ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുക എന്നായിരുന്നു അയാളുടെ ഇപ്പത്തെ ഗോൾ. അതുകൊണ്ട് തന്നെ നേരെ കണ്ടൊരു ബ്ലോക്ക് പീസ് എടുത്തിട്ട് നല്ല തലക്കൊരടി കൊടുക്കാന്നായിരുന്നു അയാളുടെ പ്ലാൻ. ബാക്കിൽ നിന്ന് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ വന്നിട്ട് ഒറ്റൊരടി തലക്കടി കൊണ്ടതും അവൾ താഴോട്ട് വീണു. തോക്കെടുത്തിട്ട് പതിയെ അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. എന്നെ ഇവിടെ അടിച്ചിട്ടിട്ട് നിനക്ക് സുഖമായിട്ട് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ നീ? ഇന്നായിരിക്കും നിന്റെ അവസാനത്തെ രാത്രി. ഇനി നീ പുറം ലോകം കാണൂല. തലക്കടിയേറ്റ എഫക്റ്റിൽ അവൾക്ക് അവിടുന്ന് എണീച്ച് ഓടാനോ അയാളെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മളെ നായകൻ വന്നിട്ട് കഴുത്തിന് പിടിച്ചിട്ട് ഇയാളെ ബാക്കിലോട്ട് തള്ളുന്നുണ്ട്. പക്ഷെ നമ്മളെ നായകൻ വന്ന് സേവ് ചെയ്തത് മാത്രമേ ബോണിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ അവിടെ നടന്നതെന്നൊന്നും അവൾക്ക് അറിയില്ല. എല്ലാതും കൂടി പതിയെ ഒരു ഇരുട്ട് മൂടി.
ബോധം വന്നപ്പം വളരെ അപരിചിതമായ ഒരു സ്ഥലം. ആരൊക്കെയോ അവളെ കെട്ടിയിട്ടിരിക്കുന്നു. അവൾക്ക് ബോധം വരുന്നതും കാത്ത് നമ്മളുടെ നായകൻ. അപ്പൊ ദാറ്റ്സ് ഓൾ. ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.